പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഖാക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുന്ന നല്ല ദിവസമാണ്. കഴിഞ്ഞ 25 വർഷക്കാലം ഈ നാടിനെ പ്രതിനിധീകരിക്കാൻ നല്ലവരായ ജനങ്ങൾ എനിക്ക് അവസരം നൽകി. ഈ നാടിന്റെ നന്മയ്ക്കും നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചുവെന്ന അഭിമാനമാണ് എന്റെ മനസ്സിലുള്ളത്. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിക്കിടക്കുമ്പോഴും ഈ നാടിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും ഈ നാട്ടിലെ ഓരോ മനുഷ്യന്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എന്നെ നിങ്ങൾ അനുഗ്രഹിക്കണം, വീണ്ടും വിജയിപ്പിക്കണം എന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുവാൻ LDF എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി എക്കാലവും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ 25 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത പുരോഗതിയാണ് നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത്. ഇന്ന് പത്തനാപുരം ടൗണിന്റെ മുഖച്ഛായ തന്നെ മാറി. പത്തനാപുരത്തിന് ബൈപ്പാസ് വരുന്നു. പത്തനാപുരത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടതും ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും സ്വപ്നം കണ്ടതും കാണാത്തതുമായ കാര്യങ്ങൾ വരെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു പത്തനാപുരത്ത്. പഴയ പത്തനാപുരമല്ല ഇപ്പോഴത്തെ പത്തനാപുരം. ലോകത്ത് എവിടെ ചെന്നാലും പത്തനാപുരത്തുകാരൻ എന്ന് പറഞ്ഞാൽ, പത്തനാപുരത്തുകാരി എന്ന് പറഞ്ഞാൽ ഒരു കസേര ഇട്ടത് നിങ്ങളെ ഇരുത്തും. എന്നിട്ട് അവർ ചോദിക്കും, ഗണേഷ് കുമാറിന്റെ നാട്ടുകാരല്ലേ, നിങ്ങൾ സുഹൃത്തുക്കളാണോ എന്ന് ചോദിക്കും. രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. എല്ലാവരും പറയും ഞങ്ങൾ ഗണേഷ് കുമാറിന്റെ ആളാണ്, ഗണേഷ് കുമാറിന്റെ സുഹൃത്താണ്, ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ്, ഞങ്ങളുടെ ബന്ധുവാണ്, ഞങ്ങളുടെ വീട്ടിലൊരു അംഗമാണ് ഗണേഷ് കുമാർ എന്ന് പറയുമ്പോൾ സ്നേഹത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെത്തി. ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന ഒരു നാടായി പത്തനാപുരം മാറി. എല്ലാ രംഗത്തും ഒരു കാലത്ത് വ്യാപാരത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്ന പത്തനാപുരം പിന്നീട് ക്ഷയിച്ചുപോയി. അവിടെ നിന്ന് കാട്ടുപത്തനാപുരം എന്ന ചീത്തപ്പേരിൽ നിന്ന് നമ്മൾ ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരത്തിന് വേണ്ടി ഇവിടെ വന്ന് നിക്ഷേപം നടത്താൻ ഇന്ന് ആളുകൾ ധാരാളമായി നമ്മുടെ പഞ്ചായത്തിലേക്ക് വരികയാണ്, നമ്മുടെ നിയോജകമണ്ഡലത്തിലേക്ക് വരികയാണ്. ഏറ്റവും നല്ല നിക്ഷേപ അന്തരീക്ഷവും ഏറ്റവും നല്ല മാർക്കറ്റും പത്തനാപുരമാണ് എന്ന് നമ്മൾ മാറ്റി തീർത്തു എന്നതാണ് അഭിമാനകരമായ നേട്ടം. ഈ നഗരവൽക്കരണം ഉണ്ടാകാതെ ഒരു ഗ്രാമമായ പത്തനാപുരത്തെ അതിമനോഹരമായ ഒരു നഗരത്തിന്റെ എല്ലാ സൗകര്യമുള്ള ഒരു പ്രദേശമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു വന്നതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊള്ളണം. KSRTCക്ക് വെറും 33 സർവീസ് ഉണ്ടായിരുന്ന പത്തനാപുരത്ത് ഇന്നാണ്ട് 78 സർവീസുകളും 85 ബസ്സുകളും ഓടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. എല്ലാ മേഖലകളും കടന്നു പോകുന്ന റോഡുകൾ, പഞ്ചായത്തിന്റെ റോഡുകൾ, PWD റോഡുകളും മറ്റു റോഡുകളും എല്ലാം തന്നെ പുരോഗമിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പത്തനാപുരത്ത് നിന്ന് കുന്തിക്കോടേക്ക് പോകുന്ന റോഡിനെ 20 കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കേണ്ടതായുണ്ട്. ആവണീശ്വരത്ത് ധാരാളം വാഹനങ്ങൾ വന്നു വരുന്നത് കൊണ്ട്, ശബരിമല ബൈപ്പാസ് റോഡ് എന്ന പേര് വന്നതുകൊണ്ടും ഗൂഗിൾ മാപ്പിൽ പോലും പത്തനാപുരം ശബരിമലയിൽ പോകുന്ന റൂട്ടായി മാറിയതോടുകൂടി വലിയ ഗതാഗതമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ മാർക്കറ്റിന്റെ വളർച്ചയ്ക്ക് ഉതകും എന്നതിൽ യാതൊരു സംശയവുമില്ല. പത്തനാപുരം പഴയ പത്തനാപുരം അല്ല എന്ന് നമുക്കറിയാം. പത്തനാപുരം ഓരോ ദിവസവും പത്തനാപുരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുന്ന ഒരു നഗരമായി, ഒരു കമ്പോളമായി, ഒരു മാർക്കറ്റായി പത്തനാപുരത്തിന് മാറാൻ കഴിയും. മറ്റെവിടെയും പോകണ്ട, ഇവിടെ തന്നെ എല്ലാം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ റെയിൽവേ ഓവർബ്രിഡ്ജ് കൂടി വന്നു കഴിയുമ്പോൾ പത്തനാപുരത്തേക്കുള്ള യാത്ര അതീവ സുഖകരവും ഏറ്റവും സൗകര്യപ്രദവുമായി മാറും. പത്തനാപുരത്തിലെ വികസനത്തിന്റെ വലിയ കുതിപ്പ് ഈ ആവണീശ്വരം വഴിയുള്ള പത്തനാപുരം കുന്നിക്കോട് റോഡിന്റെ നവീകരണമാണ് ഇനി നമ്മുടെ ലക്ഷ്യം. അതിനെ വീതി കൂട്ടി നവീകരിച്ച് ഒരു ദേശീയ പാതയുടെ നിലവാരത്തിലേക്ക് നമ്മൾ ഉയർത്തി. നിങ്ങൾക്കറിയാം, 1998-99 കാലഘട്ടത്തിൽ സ്ഥലമെടുത്തിട്ട KSTP റോഡിന്റെ നടപടിക്രമങ്ങൾ എന്നേക്കായിട്ട് ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷെ ഒന്നാം പിണറായി സർക്കാർ അന്ന് അതിന് ജീവൻ വെക്കുകയും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ഈ ബസ് സ്റ്റോപ്പിന് മുന്നിൽ വെച്ച്, ഈ മാർക്കറ്റിൽ വെച്ച് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയും ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് പുനലൂർ മുതൽ പൊൻകുന്നം വരെയുള്ള റോഡ് അതിമനോഹരമായ റോഡായി മാറുകയും ശബരിമല യാത്രക്കാർക്കും വടക്കൻ ജില്ലകളിലേക്ക് വന്ന മുഴുവൻ യാത്രക്കാർക്കും ദേശീയപാതയുടെ പണി നടക്കുന്നുണ്ട് ഏറ്റവും ഉപകാരപ്രദമായ ഹിൽ ഹൈവേ ആയി മാറ്റുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 280 കോടി രൂപ ചെലവഴിച്ചാണ് പുനലൂരിൽ നിന്ന് പൊൻകുന്നം വരെ എന്ന റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ആ സമയത്ത് നമുക്ക് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായെങ്കിലും അതിനെല്ലാം നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ നേരിട്ട് ഈ റോഡിന്റെ പണി പൂർത്തിയാക്കി. ഇന്ന് ഏറ്റവും നല്ല ഗതാഗത യോഗ്യമായ ഏറ്റവും മനോഹരമായ റോഡായി അത് മാറി. നമ്മുടെ നാടിന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകുന്ന റോഡ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള പുരോഗതി ചില്ലറയല്ല. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ അംഗൻവാടികൾ, നമ്മുടെ ആശുപത്രികൾ, അഭിമാനത്തോടെ പറയട്ടെ, 98 കോടി രൂപ ചെലവഴിച്ച് പത്തനാപുരത്തെ താലൂക്ക് ആശുപത്രി ജൂൺ മാസത്തോടുകൂടി നിർമ്മാണം പൂർത്തിയായി നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്നാണ് എഞ്ചിനീയർമാരും കോൺട്രാക്ടറും അറിയിച്ചിട്ടുള്ളത്.
നമ്മൾ സ്ഥലം കണ്ടെത്തി. നമ്മുടെ പഞ്ചായത്തുകൾ, LDF നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്തുകൾ, ഓരോ പഞ്ചായത്തിൽ നിന്ന് പണം വെച്ചു. പത്തനാപുരം പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പത്തനാപുരം പഞ്ചായത്ത് 1 കോടി രൂപയ്ക്ക് മേലാണ് വെച്ചത്. ഓരോ പഞ്ചായത്തിൽ നിന്നും LDF നേതൃത്വം കൊടുത്തിരുന്ന പഞ്ചായത്തുകൾ പണം മാറ്റിവെച്ച് സ്ഥലം വാങ്ങി. ഏറ്റവും മനോഹരമായ സ്ഥലം, നദിയുടെ കരയിൽ, റോഡിന് സൈഡിൽ, പാവപ്പെട്ട ഒരു രോഗി KSRTC ബസ്സിൽ കയറി അതിലെ വന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് റോഡിൽ ഇറങ്ങി ആശുപത്രിയുടെ മുന്നിൽ ഇറങ്ങി നടന്നു പോകാം ആശുപത്രികളിലേക്ക്. സൗജന്യമായ ചികിത്സകൾ ഏറ്റുവാങ്ങി എല്ലാ സൗകര്യങ്ങളും. 7 സ്പെഷ്യാലിറ്റികളുടെ ആശുപത്രിയാണ് വരുന്നത്. മരുന്ന് വാങ്ങി, ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി പുറത്തു വന്നാൽ അടുത്ത ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് നമ്മുടെ ആശുപത്രി നിൽക്കുന്നത്. നദി ഒഴുകുന്നതിനാൽ ആ ഭാഗത്ത് ഒരു കാരണവശാലും കെട്ടിടം വരില്ല. അവിടെ നിന്ന് നല്ല ശുദ്ധമായ കാറ്റ് നമ്മുടെ ആശുപത്രിക്കുള്ളിൽ കടിച്ചു കയറുന്ന രോഗികളുടെ രോഗം പെട്ടെന്ന് മാറാൻ ആശ്വാസകരമായി തീരും. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ അത്ര മനോഹരമായ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ആശുപത്രി ഉണ്ടാവില്ല. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രിയാണ് നമ്മുടെ നാട്ടിൽ ഉയർന്നത്. ഇനി അതിന്റെ മുകളിൽ 2 നിലകൾ കൂടി പണിയാനുള്ള സൗകര്യമുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം MLA ഫണ്ട് ഉപയോഗിച്ച് അടുത്ത നില കൂടി നമ്മൾ പണിയും എന്ന് ഇപ്പൊ നമ്മൾ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുക. അതുകൂടി പണിതുകൊണ്ട് കൂടുതൽ ഹൃദ്രോഗ ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ അനുവദനീയമല്ലെങ്കിലും ഭാവിയിൽ അത് വരും. നമ്മുടെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും MLA ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചു. കുറഞ്ഞ ചെലവിൽ എല്ലാ പരിശോധനകളും നൽകി. MLA ഫണ്ടിൽ നിന്ന് തന്നെ എല്ലാ ഉപകരണങ്ങളും നൽകി. ലാബിന് ആവശ്യമുള്ള അത്യന്താധുനികമായ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീനുകൾ നൽകി. കൃത്യതയുള്ള കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനിലൂടെ സാധാരണക്കാരായ രോഗികളുടെ രോഗ നിർണയം നടത്താൻ ഡോക്ടർമാർക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടായി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ താഴെയുള്ള ചെറിയ സബ് സെന്ററുകൾ, ആ സബ് സെന്ററുകൾ ആവശ്യപ്പെട്ട എല്ലാ സ്ഥലത്തും MLA ഫണ്ട് നിർമ്മിച്ചു നൽകി. സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചും MLA ഫണ്ട് ഉപയോഗിച്ചും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും ഏതാണ്ട് 56 സ്കൂളുകൾ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ബഹുനില മന്ദിരങ്ങൾ നിർമ്മിക്കാൻ ഈ 10-11 വർഷം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കണം. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സർക്കാർ 4 ലക്ഷം വീടുകൾ വെച്ച് നൽകി. ഏതാണ്ട് 5 ലക്ഷം വീടുകൾ വെച്ച് നൽകി. 4.5 ലക്ഷത്തോളം പട്ടയം നൽകി. അഭിമാനത്തോടെ പറയട്ടെ, 2001 ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മുടെ പത്തനാപുരത്തിന്റെയും പിറവന്തൂർ വില്ലേജിന്റെയും പുന്നല വില്ലേജിന്റെയും ഭാഗമായി വരുന്ന കനാൽ പുറമ്പോക്ക്, ഈ കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്നവർ അവനവന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഇതെന്റെ വീടല്ല, ഇതെന്റെ ഭൂമിയല്ല, ഞാൻ തലചാച്ചുറങ്ങുന്ന ഈ ഭൂമിയിൽ നിന്നും ഒരു ദിവസം എന്നെ ഇറക്കി വിടപ്പെടും എന്ന ഭയത്തോടെയാണ് ജീവിച്ചിരുന്നത്. സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയാം, 25 വർഷം പൂർത്തിയാക്കുമ്പോൾ അക്ഷരാന്ത പരിശ്രമം കൊണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു കനാലിന്റെ പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് പട്ടയം കൊടുക്കാൻ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ തീരുമാനിക്കുകയും അതിന്റെ നടപടികൾ പൂർത്തിയാക്കി ഏതാണ്ട് 750-ലധികം 800ഓളം വരുന്ന ആളുകൾക്ക് പട്ടയം റെഡിയായിരിക്കുക. പട്ടയം കൊടുക്കാൻ ഒരു ചടങ്ങ് വയ്ക്കാൻ നമുക്ക് കഴിയില്ല, കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് 4 ദിവസം മുമ്പ് തന്നെ പട്ടയം തയ്യാറായിട്ടുണ്ട്. 10-ാം തീയതിയോടുകൂടി പട്ടയം തയ്യാറായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിൽ ഒപ്പിടുകയും മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് പട്ടയം നൽകാൻ ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലം റവന്യൂ വകുപ്പിന് കൈമാറാനും ആ റവന്യൂ വകുപ്പിൽ നിന്നും പട്ടയം നൽകാനും തീരുമാനിച്ച് ഭൂപതിവ് കമ്മിറ്റി കൂടി പട്ടയം റെഡിയായിട്ടുണ്ട്. പട്ടയം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് തഹസീൽദാരുമായി ബന്ധപ്പെട്ടാൽ കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്നവർ വനഭൂമിയല്ലാത്ത പട്ടയം കിട്ടും. 5 വീടും 15 സെന്റ് സ്ഥലവുമാണ് കിട്ടുന്നത്. ചെറിയ സംഖ്യയല്ല. വീടും 10 സെന്റല്ല, 15 നിയമപരമായി നൽകാൻ കഴിയുന്ന 15 സെന്റ് സ്ഥലവും കൊടുക്കാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. അന്യ സ്ഥലങ്ങളിൽ സ്വത്തുക്കൾ ഉള്ളവർക്ക് മാത്രം അതിന് തടസ്സമുണ്ടാകും. പക്ഷേ എങ്കിലും അവിടെ വീടില്ലെങ്കിൽ ഇവിടെ വീടുണ്ടെങ്കിൽ ഈ സ്ഥലം പതിച്ചു കിട്ടും. അങ്ങനെ എല്ലാവിധത്തിലും ജനങ്ങൾക്ക് അനുകൂലം. കമൂഞ്ചേരിയിലെ പട്ടയം ദീർഘകാലങ്ങളായി സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ദേവസ്വത്തിന്റെ പട്ടയമാണ് എന്ന തെറ്റിദ്ധാരണയിൽ നമ്മൾ പോവുകയും അതല്ല എന്ന് നിങ്ങളുടെ MLA ആയ ഞാൻ പെറ്റീഷൻ കമ്മിറ്റിയുടെ നിയമസഭയുടെ പരാതികൾ പരിഹരിക്കുന്ന കമ്മിറ്റിയിലിരിക്കുമ്പോൾ കണ്ടെത്തുകയും റവന്യൂ വകുപ്പിന്റെ സ്ഥലമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഏതാണ്ട് 230-ലധികം അപേക്ഷകളുണ്ട്. അതിൽ 84 അപേക്ഷകൾ പൂർത്തീകരിച്ച് പരിശോധന പൂർത്തിയാക്കി പട്ടയം നൽകാൻ കഴിഞ്ഞ ദിവസം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സർക്കാർ 4.5 ലക്ഷം പാവങ്ങൾക്ക് ഭൂമി നൽകി. ഭൂമിയില്ലാത്തവന് ഭൂമിയുടെ ഉടമസ്ഥാവകാശമില്ലാത്തവന് ഉടമസ്ഥാവകാശം, ഇതായിരുന്നു സർക്കാരിന്റെ മുദ്രാവാക്യം. അത് സാധിക്കാൻ കഴിഞ്ഞ സർക്കാരാണ്. 10 വർഷം കൊണ്ട് 5 ലക്ഷം വീടുകൾ ലൈഫ് ഭവന പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞ സർക്കാരാണിത്. 4 ലക്ഷം പേർക്ക് പട്ടയം കൊടുക്കാൻ കഴിഞ്ഞ സർക്കാരാണ്. ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം പൈപ്പിലൂടെ എത്തിക്കാൻ കഴിഞ്ഞുവെന്നത് നമ്മുടെ നേട്ടമാണ്. തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റികൾ പോലും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഇല്ലാത്തപ്പോൾ പത്തനാപുരം പഞ്ചായത്ത് വെട്ടിക്കവര, മേലില, വിളക്കുടി, പട്ടാഴി, വിളക്കുടി പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തിലും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിളക്കുടി പഞ്ചായത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്തത് അതിന്റെ കോൺട്രാക്ടറുടെ കുഴപ്പം കൊണ്ടാണ്, മറ്റു കുഴപ്പങ്ങൾ കൊണ്ടല്ല. എല്ലാ പഞ്ചായത്തിലും മാങ്കോട് കുടിവെള്ള പദ്ധതി എടുത്തതും അതേ കോൺട്രാക്ടറാണ്. അതുകൊണ്ടാണ് ആശങ്ക ഉണ്ടാകുന്നത്. അവിടെയും എത്താവുന്നിടത്തെല്ലാം കുടിവെള്ളം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു.
ആ ഭാഗങ്ങളിലെല്ലാം റോഡുകൾ അനുവദിച്ചു. പത്തനാപുരം ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ റോഡ് കുണ്ടയം ഭാഗത്തും അതുപോലെ നമ്മുടെ മൃഗാശുപത്രിയുടെ ഭാഗത്തും എല്ലാം നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യപ്പെട്ട എല്ലാ മെമ്പർമാർക്കും രാഷ്ട്രീയം നോക്കാതെ, അവരുടെ രാഷ്ട്രീയം നോക്കാതെ അംഗൻവാടികളും ഐമാക്സ് ലൈറ്റുകളും അവർക്ക് സ്കൂളുകളും മറ്റ് ആവശ്യമായ സബ് സെന്ററുകളും എല്ലാം നൽകിയത് ഗണേഷ് കുമാർ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. 25 വർഷത്തിനിടയിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഒരാൾക്ക് ഈ മാർക്കറ്റിൽ നിന്ന് അഭിമാനത്തോടെ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയാം, ഒരാളെയെങ്കിലും ഞാൻ ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ പോലും ഒരു സഹോദരനെ പോലെ കൂടെ നിന്ന് നിങ്ങളിൽ ഒരുവനായി നിന്ന് പോരാടിയതല്ലാതെ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ഒരു പെറ്റി കേസിൽ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇവിടെ സമാധാനമില്ലേ? ഇവിടെ പോലീസിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് അല്ലേ? അഴിമതിയില്ലല്ലോ. ഇവിടെ നിങ്ങൾ ആലോചിക്കൂ, ഈ റോഡിൽ രാത്രി ഒരു സഹോദരിയോ ഒരു അമ്മയോ വന്നിറങ്ങിയാൽ, നമ്മുടെ ഒരു മകൾ വന്നിറങ്ങിയാൽ, ദൂരയാത്ര കഴിഞ്ഞ് വണ്ടിയിൽ വന്നിറങ്ങിയാൽ, പഠനം കഴിഞ്ഞ് ദൂരെ നിന്ന് വന്നിറങ്ങാൻ വൈകിയാൽ അഭിമാനത്തോടെ ധൈര്യത്തോടുകൂടി വീട്ടിലെത്താൻ കഴിയും. ഇവിടെ അത്തരം മര്യാദകളില്ലാത്തത് നാടായി 25 വർഷം കൊണ്ട് ഈ നാടിനെ മാറ്റി എന്നതാണ് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത്. അന്തസ്സുള്ളവരെ നാടാണ്, അഭിമാനമുള്ളവരെ നാടാണ്, കുതന്ത്രങ്ങളുടെ നാടല്ല. കുതന്ത്രങ്ങൾ പയറ്റുവാൻ ഈ നാട്ടിൽ വ്യാജ പ്രചരണങ്ങളായി വരുന്നവരെ തിരിച്ചറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണം. ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന സമാധാനപരമായിട്ടാണ്. ഇവിടെ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ സ്നേഹത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയമുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ സഹോദരങ്ങളെ പോലെയാണ് ജീവിക്കുന്നത്, ബന്ധുക്കളെ പോലെയാണ് ജീവിക്കുന്നത്. എല്ലാവരും ബന്ധുക്കളാണ്. ഞാൻ ഇന്ന് വരെ 25 വർഷത്തിനിടയിൽ നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ ജാതി എന്താണ്, നിങ്ങളുടെ മതം എന്താണ്, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനം. ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ചു തന്ന ജാതി ചോദിക്കരുത്, പറയരുത് എന്ന് പറയുന്ന അപമാനമാണെന്ന് പഠിപ്പിച്ച ആ വാക്കിനെ മുഖവിലേക്ക് എടുക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് വരെ ജാതി ചിന്തകളില്ല, ജാതിയുടെ പേരിൽ നമ്മുടെ ഇടയിൽ കലഹങ്ങളില്ല, പരസ്പരം പിണക്കങ്ങളില്ല. അതാണ് പത്തനാപുരത്തിന്റെ അഭിമാനം, അതാണ് പത്തനാപുരത്തിന്റെ സംസ്കാരം. സ്ത്രീയെ ബഹുമാനിക്കുന്ന, അമ്മയെ സ്നേഹിക്കുന്ന, പെങ്ങളെ സ്നേഹിക്കുന്ന, കുഞ്ഞുമക്കളെ രക്ഷിക്കുന്ന സംസ്കാരത്തിന് ഉടമകളാണ് നമ്മൾ. ഇതെല്ലാം മാറി മറഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷ മുന്നണി വീണ്ടും ഇവിടെ വിജയിച്ചു തന്നെ വരണം. ഇന്ന് കാണുന്ന 25 വർഷം കൊണ്ട് നന്മക്കാരന് കണ്ടിരുന്ന ഐശ്വര്യപൂർണമായ ഒരു കാലം പത്തനാപുരത്തിന്റെ മണ്ണിൽ നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തന്നെ ജയിക്കാം എന്നതിൽ യാതൊരു സംശയമില്ല. നിങ്ങളെ ആരെയും, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും, ഏത് മതത്തിൽപ്പെട്ടവനും, ഏത് സമുദായത്തിൽപ്പെട്ടവരും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനുള്ള അവസരം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ മതേതരം നിലനിർത്തിക്കൊണ്ട് 10 വർഷത്തിനിടയിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടാകാതെ കേരളത്തെ നയിച്ച സഖാവ് പിണറായി വിജയന്റെ കരുത്തുറ്റ നേതൃത്വം അത് ഈ നാട്ടിൽ ഇനിയും ഉണ്ടാകണം. മൂന്നാമതും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ ഈ സംസ്ഥാനത്ത് ഉണ്ടാകണം. പാവങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി, നിക്ഷേപകന് വേണ്ടി, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടി, ദുരിതം അനുഭവിക്കുന്നതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയന്റെ സർക്കാർ വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരണം. ഓക്കി ദുരന്തം വന്നു, അത് കഴിഞ്ഞ് മഹാപ്രളയം വന്നു, അത് കഴിഞ്ഞ് കോവിഡ് വ്യാപനം വന്നു. ലോകം മുഴുവൻ കോവിഡിന് മുമ്പിൽ ഞെട്ടിയറച്ചു നിൽക്കുമ്പോൾ മലയാളിയും കേരളവും അഭിമാനത്തോടെ അതിനെ നേരിട്ടു. ശക്തമായി നേരിട്ടത് സഖാവ് പിണറായി വിജയൻ എന്ന കരുത്തുറ്റ നേതാവിന്റെ നേതൃത്വത്തിലാണ് എന്നും മറക്കരുത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം ഓടി നടന്നില്ല. ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ സംസാരിച്ചു, അതിനനുസരിച്ച് പ്രവർത്തിച്ചു. എന്തെല്ലാം പ്രവർത്തിച്ചു എന്ന് നമ്മളെ അറിയിച്ചു തന്നു. നമ്മൾ എന്തുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് ലോകത്ത് കോവിഡ് എന്ന മഹാമാരി ഏറ്റവും ശക്തമായി, ഏറ്റവും വൃത്തിയായി, ഏറ്റവും അടിസ്ഥാനപരമായി നേരിട്ട ഒരു സംസ്ഥാനമായി, ഒരു നാടായി കേരളം മാറ്റിയത് സഖാവ് പിണറായി വിജയന്റെ കരുത്തുറ്റ നേതൃത്വമാണ് എന്ന് മറക്കരുത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കണ്ടു വയനാട്ടിൽ വന്ന മഹാദുരന്തം. ആ ദുരന്തത്തിൽ നമുക്ക് ഒരുപാട് സഹോദരന്മാരെയും സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ടു. അവരെ കാണാൻ പോലും നമുക്ക് കിട്ടിയില്ല എന്നുള്ള മഹാദുരന്തം. ആ മഹാദുരന്തത്തിൽപ്പെട്ടവർക്ക് ടൗൺഷിപ്പ് ഉണ്ടാക്കി, ആ ടൗൺഷിപ്പിൽ അവരെ താമസിപ്പിച്ച് അവരെ സന്തോഷത്തോടെ അവർക്ക് ഫർണിച്ചർ വാങ്ങാൻ 1 ലക്ഷം രൂപ വരെ, അതായത് വീട്ടിലേക്ക് ആവശ്യമുള്ള ഫ്രിഡ്ജ്, മറ്റ് ഫർണിച്ചറുകൾ, കട്ടില്, മറ്റു ഉപകരണങ്ങൾ, മേശകൾ എല്ലാം വാങ്ങാൻ വേണ്ടി 1 ലക്ഷം രൂപ അവർക്ക് നൽകിയ സർക്കാരാണ്. അത്തരത്തിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള കടയിൽ നിന്ന് വാങ്ങാം. അവർ വാങ്ങിയിട്ട് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കൊടുക്കും. എല്ലാ കരുതലും ഇവിടെ എന്താ പറയുന്നത്, സർക്കാർ കാര്യം മുറ പോലെ. ഇവിടെ കോൺഗ്രസുകാരും UDF-കാരും പ്രഖ്യാപിച്ചു വയനാട്ടിൽ കെട്ടിടം വയ്ക്കുന്നത്. ഇതുവരെ കല്ലുപോലും ഇട്ടില്ല, എവിടെയാണെന്നും പറഞ്ഞില്ല, എന്തുവാന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ ആലോചിക്കണം, നമ്മൾ സ്ഥലം കണ്ടെത്തി കോടതിയിൽ നമുക്കെതിരെ കേസിന് പോയ എസ്റ്റേറ്റുമാരെ ഫൈറ്റ് ചെയ്ത് ആ സ്ഥലം കോടതിയുടെ മുഖാന്തരം പിടിച്ചെടുത്ത് ആ സ്ഥലത്ത് ടൗൺഷിപ്പ് നിർമ്മിച്ച് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം 6-ാം തീയതി, ഈ കഴിഞ്ഞ 6-ാം തീയതി അത് പാവപ്പെട്ടവരായ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് കൈമാറി. നിങ്ങൾക്കറിയാമോ, അത് കൈമാറി കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഈ
ടൗൺഷിപ്പ് എനിക്ക് വേണ്ട, ഞാൻ പുറത്തു പോയി വീടെടുത്തോളാം എന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ വാങ്ങിച്ചു പോയവരുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ പണം തിരിച്ചു തരാം, ഞങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കുന്ന ടൗൺഷിപ്പിലെ വീട് മതി, ഇതാണ് സൗകര്യം, ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ ഞങ്ങൾ തിരിച്ചടച്ചേക്കാം. ഞങ്ങൾ ഒരു പെൺകുട്ടി അറിയാം, അച്ഛനും അമ്മയും മരിച്ചു, വിവാഹം കഴിക്കാനിരുന്ന ഭർത്താവും അതിനുശേഷം ആക്സിഡന്റിൽ മരിച്ചു. ആ കുട്ടി എഴുതി തന്നുകൊണ്ട് സർക്കാരിലേക്ക്, എനിക്ക് 10 ലക്ഷം രൂപ തിരിച്ചു തരാം, എനിക്ക് വേണ്ട, എനിക്ക് ഈ ടൗൺഷിപ്പിൽ ഗവൺമെന്റ് ഉണ്ടായി തന്ന മനോഹരമായ ടൗൺഷിപ്പിൽ ഒരു വീട് തന്നാൽ മതി, എനിക്ക് അതാണ് ഇഷ്ടം എന്ന് പറയുകയാണ്. ഇതാരാണ് ഉണ്ടാക്കിയത്? ആരാണ് നേതൃത്വം കൊടുത്തത്? സഖാവ് പിണറായി വിജയനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യയുടെ ഭരണം കേരളത്തിൽ ഇനി ഉണ്ടാകണം. നമുക്കറിയാം, മനോരമയും UDF പിന്തുണയ്ക്കുന്ന മനോരമയും മാതൃഭൂമിയും മറ്റ് പത്രങ്ങളും ഒക്കെ നടത്തിയ സർവേയിൽ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാർ 3ാമതും അധികാരത്തിൽ വരും എന്ന് പറയുന്നു. അതിലൊരു ചെറിയ കള്ളത്തരമുണ്ട്. കാരണം അങ്ങനെ പറയുമ്പോൾ UDF പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഔട്ടായി പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ വിജയിക്കും എന്ന സർവേയും കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കേണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ തോറ്റുപോകുമെന്നാണ് മനോരമയുടെ സർവേ പറഞ്ഞത്. ഞാന് കൊറോണ ബാധിച്ച് 18 ദിവസം തിരുവനന്തപുരത്ത് മരണത്തോട് മല്ലടിച്ചപ്പം ചത്തുപോകും എന്നാണ് വിചാരിച്ചത്. വെറും 8 ദിവസം നിങ്ങളെ കാണുകയും നിങ്ങളോട് അകലെ നിന്നായാലും നിങ്ങളോട് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ 14,000-ലധികം വോട്ടുകൾക്ക് നിങ്ങൾ എന്നെ വിജയിപ്പിച്ചു. പത്തനാപുരത്തിന്റെ പരനായകൻ, പത്തനാപുരത്തിന്റെ ജനനായകൻ ഇതായി വെളുത്താടിയിലൂടെ കടന്നു വരികയാണ്. കൊട്ടാരക്കര തമ്പുരാന്റെ നാട്ടിൽ പിറന്നു വീണ് പത്തനാപുരത്തിന്റെ പരനായകനായി കടമയിച്ചു പടക്കുതിരയായി കടയൂട്ടം നടത്തി വിജയശ്രീ ലാളിതനായി വിജയഭേരി മുഴക്കി ഐക്യ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാന പുരസ്കാരം സമർപ്പിക്കുന്ന സാരഥീത പ്രിയമുള്ളവരെ, ഈ വെളുത്താടി ഈ നാടിന്റെ ഭാഗതേയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാക്കണമേ എന്ന അഭ്യർത്ഥനയുമായി സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ 3ാമത് ഒരു തുടർഭരണത്തിനായി ഈ നാട്ടിലെ പ്രിയപ്പെട്ടവർ LDF-ന് അനുകൂലമായി ചിന്തിക്കണമേ എന്ന അഭ്യർത്ഥനയുമായി ഈ നാടിന്റെ പ്രിയങ്കരൻ ഇതാ കടന്നു വരുന്നു. പത്തനാപുരത്തിന്റെ ജനനായകനിതാ കടന്നു വരികയാണ്. രാഷ്ട്രീയ എതിരാളികളുടെ പ്രകരണങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ പത്തനാപുരത്തിന്റെ ജനമനസ്സുകൾ നൽകുന്ന ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഇതാ പത്തനാപുരത്തിന്റെ ജനനായകൻ ഭാഗത്തേക്ക് കടന്നുവന്ന് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ സ്വീകരിക്കണമെന്ന് പ്രിയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. തയ്യാറാക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അമ്മമാരെ സൗന്ദര്യമാരെ വോട്ട് ചെയ്യൂ വിജയിപ്പിക്കൂ, വോട്ട് ചെയ്യൂ വിജയിപ്പിക്കൂ, വോട്ട് ചെയ്യൂ വിജയിപ്പിക്കൂ, വോട്ട് ചെയ്യൂ വിജയിപ്പിക്കൂ, ഗണേഷ് കുമാറിനെ വിജയിപ്പിക്കൂ, വിവാദ്യങ്ങൾ വാദ്യങ്ങൾ ഊരുകവപ്പൻ നൈവാദ്യങ്ങൾ ഊരുകവപ്പൻ
ഒന്നിച്ചൊന്നായി വിരിയട്ടെ, ഒന്നിച്ചൊന്നായി വിരിയട്ടെ, ഒന്നിച്ചൊന്നായി വിരിയട്ടെ, കേരള മണ്ണിൽ പൂക്കട്ടെ. പത്തനാപുരത്തിന്റെ സമാനതകളില്ലാത്ത വികസന വിപ്ലവ നായകനിത പത്തനാപുരത്തിന്റെ ഹൃദയഭൂമിയിൽ പത്തനാപുരത്തിന്റെ ചുവപ്പൻ മണ്ണിലേക്ക് ഇതാ കടന്നു വരുന്നു. LDF